പ്രൈസ് ദി ലോർഡ്. ഞാൻ കുമ്പസാരത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരുങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറേ ഒരു അസ്വസ്ഥതയൊക്കെ ഉണ്ടായി തുടങ്ങി. അപ്പോൾ എനിക്ക് ഭയങ്കര മടി എനിക്കുണ്ടായി. അപ്പോൾ എനിക്ക് കുമ്പസാരിക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ പോയി കിടന്നു കുറച്ച് നേരം. എന്നിട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുന്നുണ്ട്. മടിയുടെ കൂടുതലായിട്ട് ഇങ്ങനെ നടക്കും. എൻ്റെ ഈശോ പ്രാർത്ഥിക്കുന്നുണ്ട്, ആഗ്രഹിക്കുന്നുണ്ട്. ആ സമയത്ത് ഇച്ചിരി നേരം കഴിഞ്ഞ ശേഷം ഇങ്ങനെയാണ് കാണുന്നത്, കൊച്ചുരേസ്യ ഇങ്ങനെ ഇരിക്കുന്ന ഈ പുഷ്പങ്ങളെല്ലാം പിടിച്ച് കുരിശുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നു. അതിൻ്റെ പുറകിൽ ഈശോയുടെ ഒരു ക്രൂശിക്കപ്പെട്ട ഒരു രൂപം ഇങ്ങനെ ഇരിക്കുന്നു. അത് കണ്ട് അന്നപ്പോൾ എനിക്ക് ചിന്ത വന്ന്, എൻ്റെ പാപങ്ങൾ ഓരോന്നും പുണ്യവേദി ഓരോ പുഷ്പമാക്കി തീർക്കുന്നു. ഇനി എനിക്ക് പേടിക്കേണ്ട, ഈശോ അതെല്ലാം ഏറ്റെടുത്തു. അപ്പോൾ എൻ്റെ മടി മാറി. ഞാനന്നപ്പം ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് പോയി ഒരു പേപ്പർ എടുത്തപ്പോൾ പാവങ്ങൾ പ്രാർത്ഥിച്ചിട്ട് എഴുതാൻ തുടങ്ങി. കുറച്ച് നേരം എഴുതിയിട്ട് പിന്നെ അവിടെ വന്നപ്പം സിസ്റ്റേഴ്സിൻ്റെ എല്ലാം തിരക്ക്, ആഗ്രഹിക്കുന്നവരെ കിട്ടുന്നില്ല. ഉച്ച കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെയും മനസ്താവപ്പെട്ട് കുറച്ച് നേരം മാതാവിനോടും ഔസേപ്പിതാവിനോടും ഇങ്ങനെ കുറച്ച് വിശുദ്ധന്മാരോടെല്ലാം ഇങ്ങനെ പ്രാർത്ഥിച്ചു ഒരുങ്ങി എനിക്ക് നന്നായിട്ട് കുമ്പസാരിക്കണം അങ്ങനെ ആഗ്രഹിച്ചു. വന്നതിന് ശേഷം ഞാൻ നോക്കുമ്പം വേറൊരു സിസ്റ്റർ കയറിപ്പോയി. അപ്പം പിന്നെ എനിക്ക് തടസ്സം വന്നു കഴിഞ്ഞ ശേഷം എനിക്ക് ഒരുക്കം പൂർത്തിയായില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് എനിക്ക് മനസ്സ് നന്നായിട്ട് ഒരുങ്ങാൻ പറ്റി. അപ്പം സിസ്റ്റർ നന്നായിട്ട് എടുത്ത് കുമ്പസാരിച്ച ശേഷം എനിക്ക് എൻ്റെ പാപങ്ങൾ മുഴുവനും ഓർമ്മയിൽ നിന്നുള്ള മുഴുവനും പറഞ്ഞ് കുമ്പസാരിക്കാനും സ്വാതന്ത്ര്യത്തോടു കൂടി എനിക്കത് നല്ലൊരു അനുഭവമായി തീരുന്നു. പുതിയ തീരുമാനങ്ങളെടുത്ത് ഈശോയെ പ്രഘോഷിക്കാനുള്ള അനുഗ്രഹം പ്രാപിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു കൃപ കിട്ടിയതുപോലെ തോന്നി. പിന്നെ മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ എൻ്റെ ശത്രുക്കളെ നിങ്ങൾ ആഹ്ലാദിക്കേണ്ട, ഞാൻ വീണാലും എഴുന്നേൽക്കും, കർത്താവ് ഞാൻ ഇരുട്ടിലായിരുന്നാലും കർത്താവ് എൻ്റെ വെളിച്ചമായിരിക്കും, തൻ്റെ കോപത്തിൽ അവിടെ നിന്ന് ആനന്ദിക്കുന്നു, തൻ്റെ കാരുണ്യത്തിൽ ആനന്ദിക്കുന്നു, നിൻ്റെ പാപങ്ങൾ ആഴിയുടെ അഗാധങ്ങളിലേക്ക് ചവിട്ടി മെതിക്കും. ഈ തിരുവചനങ്ങൾക്ക് എന്നെ ശക്തിപ്പെടുത്തുന്നു. പിന്നെ ബഹുമാനപ്പെട്ട വോൾച്ചറേച്ചൻ എൻ്റെ നേരത്തെയൊക്കെ എൻ്റെ കുമ്പസാരക്കാരനായിരുന്നു, ഇപ്പം പറ്റുന്നില്ല. എന്നാൽ അച്ഛൻ്റെ തീക്ഷ്ണത എനിക്ക് ശക്തി പകർന്നു. ഒന്നുകിൽ ഈശോയ്ക്ക് വേണ്ടി ജീവിക്കുക, അല്ലെങ്കിൽ പോവുക, ഈശോയ്ക്ക് വേണ്ടി ലോകം മുഴുവനും പ്രഘോഷിക്കുക. അപ്പം എൻ്റെ കുറേ പേടിയല്ല അങ്ങ് പോയി. എന്തോ ദൈവം എനിക്ക് ഒത്തിരി സ്വാതന്ത്ര്യം തന്നു. താങ്ക് യു ജീസസ്. നമുക്ക് പാകിസ്ഥാനിൽ പോകട്ടോ. ഓക്കെ.